ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 95% പ്രശ്നങ്ങളും മാറും. ആ കാര്യം എന്താണെന്നല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അത് പണം, സമ്പത്ത്, സമൃദ്ധി എന്നിവയാണ്. ചിലർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് അനായാസം ആകർഷിക്കുന്നത് കാണാറില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അത് അവരുടെ മാനസികാവസ്ഥയും അറിഞ്ഞോ അറിയാതെയോ അവർ ഉപയോഗിച്ചു വരുന്ന ആകർഷണ നിയമത്തിൽ നിന്നും കൂടിയാണ്. ആകർഷണ നിയമം പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ഊർജമാണ് നിങ്ങൾക്ക് പകരമായി ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ പോസിറ്റിവിറ്റിയും സമൃദ്ധിയും പ്രസരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ ആകർഷിക്കും. ആകർഷണ നിയമം പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ഊർജമാണ് നിങ്ങൾക്ക് പകരമായി ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ പോസിറ്റിവിറ്റിയും സമൃദ്ധിയും പ്രസരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ ആകർഷിക്കും. നമുക്ക് നമ്മുടെ സാമ്പത്തിക മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിക്കാം? പണത്തെയും സമൃദ്ധിയും കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ദൗർബല്യത്തിന് പകരം സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇതിനകം നേടിയതുപോലെ ദൃശ്യവൽക്കരിക്കുക. പണത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന പരിമിതമായ വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും അത് മറികടക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ്. നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, നമ്മൾ കണ്ടുപോകുന്ന സിനിമയിലൂടെയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പണത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. ആ നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിയെടുക്കാതെ നമ്മളിലേക്ക് പണം ഒരിക്കലും ഒഴുകിയെത്തുകയില്ല. എത്തിയാൽ തന്നെ അത് നമ്മളിൽ നിൽക്കുകയുമില്ല. മിഡിൽ ക്ലാസ്സിലും അതിന് താഴെയുമുള്ള എല്ലാവരും നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ മാതാപിതാക്കളോട് കുറച്ച് വില കൂടി എന്തെങ്കിലും വാങ്ങിത്തരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയും, അതൊന്നും വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ പാവപ്പെട്ടവരാണ്, അതൊന്നും നമുക്ക് സ്വപ്നം പോലും കാണാൻ പാടില്ല, അതെല്ലാം കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് 6, 7, 8, 10 വയസ്സുള്ള സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറുകയാണ്. നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് സ്വപ്നം പോലും കാണാൻ പാടില്ല, നമുക്ക് ഇതൊന്നും സാധിക്കുകയില്ല, ഇതൊന്നും വാങ്ങാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കയറിക്കൂടിയാൽ പിന്നെ നമ്മളിലേക്ക് എങ്ങനെയാണ് പണം വരിക? പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ പൈസ എന്ന് പറയുന്നത് മരത്തിൽ കായ്ക്കുന്ന ഒന്നല്ല. നല്ലോണം അധ്വാനിച്ച് എല്ലുമുറുകെ പണിയെടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. നല്ലോണം അധ്വാനിച്ചാൽ മാത്രം കിട്ടുന്ന, എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ടാൽ മാത്രം പണം നമ്മളിലേക്ക് വരുമെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പണക്കാർക്ക് സമാധാനമുണ്ടാവില്ല, പാവപ്പെട്ടവർക്ക് രാത്രി സുഖമായി കിടന്നുറങ്ങാം. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള സിനിമകളെല്ലാം വില്ലന്മാർ എല്ലാവരും പണക്കാരായിരിക്കും. പണം തിന്മയുടെ പ്രതീകമായാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പണവും പണക്കാരും ഒരിക്കലും തിന്മയുടെ പ്രതീകമല്ല, പണം നന്മയുടെ പ്രതീകമാണ്. പണം കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാം, ഒരുപാട് പേരെ സഹായിക്കാം, നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാം. ഈ ലോകത്തുള്ള പണക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളെ അറിയിച്ചു ചെയ്യുന്നവരുമുണ്ട്, അറിയിക്കാതെ ചെയ്യുന്നവരുമുണ്ട്. പണം നന്മയുടെ പ്രതീകമാണ്, ഒരിക്കലും പണം തിന്മയുടെ പ്രതീകമായി കാണരുത്. മനുഷ്യരിൽ നന്മയുള്ളവരും തിന്മയുള്ളവരുമുണ്ട്. നന്മയുള്ളവരിൽ പണം എത്തിയാൽ അത് നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയും തിന്മയുള്ളവരുടെ കയ്യിൽ പണം എത്തിയാൽ അത് തിന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നു. അത് പണത്തിൻ്റെ തെറ്റല്ല, പണത്തിൻ്റെ പ്രശ്നമല്ല, അത് വന്നു ചേരുന്നവരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇനി മുതൽ പണം എന്ന എനർജിയെ ഒരിക്കലും
തിന്മയായി കാണരുത്. അതുകൊണ്ട് ഇനി മുതൽ പണത്തെയും പണക്കാരെയും ഒരിക്കലും കുറ്റം പറഞ്ഞ് നടക്കരുത്. അവർ വേറെ രീതിയിലാണ് പണമുണ്ടാക്കിയത്. അവരയാളെ പറ്റിച്ചാണ് പണമുണ്ടാക്കിയത്. അവർ കള്ളക്കടത്ത് നടത്തിയാണ് പണമുണ്ടാക്കിയത്. അവർ എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കിക്കോട്ടെ. നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരോട് അസൂയപ്പെടാതിരിക്കുക. നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളിലേക്ക് ഒരിക്കലും വരികയില്ല. അതുകൊണ്ട് തന്നെ പണത്തെ നമ്മൾ ഇനി മുതൽ സ്നേഹിക്കാൻ തുടങ്ങുക. പണത്തിൻ്റെ സ്മെല്ല് അനുഭവിക്കാൻ തുടങ്ങുക, ഇഷ്ടപ്പെടാൻ തുടങ്ങുക. പണം ചിലവഴിക്കുമ്പോൾ സന്തോഷത്തോടെ ചിലവഴിക്കുക. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ, എന്തെങ്കിലും സേവനത്തിന് പണം കൊടുക്കുമ്പോൾ ഇത്രയും കാശ് ആയല്ലോ, ഇത്രയും കാശ് പോയല്ലോ എന്ന് ചിന്തിച്ച് കൊടുക്കുന്നതിന് പകരം ഈ കാശിന് എനിക്കൊരു സേവനം കിട്ടിയല്ലോ എന്ന് ചിന്തിച്ച് പണം കൊടുക്കുമ്പോൾ ഇത് വസ്ത്രമില്ലാത്തവരെ വസ്ത്രം ധരിപ്പിക്കുകയും ഭക്ഷണമില്ലാത്തവരെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്ത് 1000 മടങ്ങ് ഇരട്ടിയായി തിരിച്ച് എന്നിലേക്ക് തന്നെ വരട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് പണം കൊടുക്കുക. നിങ്ങളിലേക്ക് പണം വരുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ പണത്തെ സ്വീകരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ച് പണം എണ്ണുന്നതായി മനസ്സിൽ കാണുക. നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ഷവറിൽ നിന്ന് പണം നിങ്ങളുടെ മേലിലേക്ക് വീഴുന്നതായി കണ്ണടച്ച് കുറച്ചു നേരം സങ്കല്പിക്കുക. നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച സാധനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങൾ, വീട്, അതുപോലെ പണമോ എന്തെങ്കിലും കാണുമ്പോൾ യെസ് ടു മണി എന്ന് പറയുക. വാങ്ങാൻ സാധിക്കില്ല, എനിക്ക് കഴിയില്ല എന്നൊന്നും ചിന്തിക്കുകയും പറയുകയും ചെയ്യാതിരിക്കുക. അത് ഞാൻ വാങ്ങിക്കും, അതിനുള്ള പണം എൻ്റെ കയ്യിലുണ്ട്, ഇതുപോലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുക. നമ്മൾ എപ്പോഴും സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. നമുക്ക് അതില്ല ഇതില്ല എന്ന് പരാതി പറയുന്നതിന് പകരം നമുക്കിപ്പോൾ ഉള്ളതിന് നന്ദി പറയുകയും അനുഭവിക്കുകയും ചെയ്തു തുടങ്ങുക. നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കുന്നത് എപ്പോഴും വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പണത്തോടുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷനുകളും, പണത്തോടുള്ള എല്ലാ ബ്ലോക്കുകളും നമ്മളിൽ നിന്ന് മാറുകയും പണം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒരിക്കലും നമ്മുടെ മക്കളോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ വളർന്നു വരുന്ന മൈൻഡ് സെറ്റ് ദാരിദ്ര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് അവരെന്തെങ്കിലും വാങ്ങിത്തരാൻ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് കിട്ടിയതിന് ശേഷം നമുക്ക് വാങ്ങാം എന്ന് പറയാം. അല്ലെങ്കിൽ അവരോട് പറയാം, നീ പഠിച്ച് വലുതായി പണക്കാരനായിട്ട് അത് വാങ്ങിക്കാം. അപ്പോൾ അവരുടെ മൈൻഡിലേക്ക് നമ്മൾ സമൃദ്ധിയുടെ ഒരു സന്ദേശമാണ് അയക്കുന്നത്. ഓർക്കുക, സമ്പത്തിൻ്റെ മാനസികാവസ്ഥ വികസിപ്പിക്കുന്നത് ഒരു യാത്രയാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ സമൃദ്ധി നിറയ്ക്കണം, പിന്നെ നിങ്ങളിലേക്ക് സമൃദ്ധി ഒഴുകുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പോസിറ്റീവായി തുടരുക, ആകർഷണ നിയമത്തിൽ വിശ്വസിക്കുക.